വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാവേ. ഡീപ് ഫ്രൈ അല്ല കേട്ടോ, ഇതിപ്പം വളരെ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതാകുമ്പോൾ വളരെ ഹെൽത്തിയാണ്, അധികം എണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ചിലർക്കുണ്ടല്ലോ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തവർ, അങ്ങനെയുള്ളവർക്കും കൂടെ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാമല്ലോ. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം ഞാൻ നല്ല ഒരു 3-4 പീസ് ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ 2 സൈഡും ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് മസാല കയറാതെ അതൊരു ടേസ്റ്റ് ഇല്ലാതായി പോകും. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാലകളാണ് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്കോ അല്ലെങ്കിൽ ഫ്രൈക്കൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറെ കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതില്ലാത്തവർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതിയേ. അത് ഞാനൊരു 4-5 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ നമ്മുടെ ഇടികല്ലെ വെച്ച് ഇങ്ങനെ ചതച്ച് വെച്ചേക്കുവാണേ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പാണ് ഈ സൈഡിൽ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം ലെമൺ, ഹാഫ് ലെമണാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വേറെ ടൈപ്പ് ചിക്കൻ ഫ്രൈ ഒക്കെ ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ അത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കനകത്തേക്ക് ഇതിങ്ങനെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കണേ. ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് കേട്ടോ, എത്ര നേരം വെക്കുന്നു അത്രയും നല്ലതാണ്. 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. തലേന്നേ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാലും നല്ലതാണ്. ഇങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുത്തേക്കുന്നില്ലേ, അതിനകത്തോട്ടൊക്കെ കുറച്ച് അരപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കണേ. ഇതിനകത്ത് നന്നായിട്ട് ഇത് പിടിച്ച് നല്ല സെറ്റായിട്ട് വരണം. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈ ഐറ്റമാണ്. നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണേലും കഴിക്കാവുന്നതേ ഉള്ളേ. അധികം എണ്ണയില്ലാതെ ഫ്രൈ ഉണ്ടാക്കി എടുക്കുന്നതാണ്. സാധാരണ കറിക്കകത്ത് എന്തേരം എണ്ണ ഉപയോഗിക്കുന്നോ അത്ര എണ്ണ ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. ഇത് നല്ല മോര് കാച്ചിയതല്ലേ, പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരി, അല്ലെങ്കിൽ കുമ്പളങ്ങ പുളിശ്ശേരി, മോര് കറി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കൂടെ ഇത് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഫ്രൈ ഐറ്റമാണ്. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ ഒഴിച്ചുകറികളൊക്കെ കിടപ്പുണ്ട്. എല്ലാം ഇതൊന്ന് ഫ്രൈ ചെയ്യണേ. ഇതിൻ്റെ കൂടെ ഈ ഫ്രൈ ഐറ്റം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും സാലഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചോണേ. നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ മിനിമം അരമണിക്കൂർ കേട്ടോ. അത്രയും നേരം നമുക്ക് ഇത് അടച്ച് വെക്കാം. ഞാൻ ഇതെന്താ ചെയ്യുന്നതെന്നറിയോ, കുക്കർ വെച്ച് ഒരു 2 വിസിലൊന്ന് അടിക്കുക ആദ്യം. അപ്പോഴത്തേന് ഇത് നന്നായിട്ട് കുക്കായും കൂടെ കിട്ടും. അന്നേരം വിസിൽ അടിച്ചു കഴിയുമ്പോൾ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു, കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുന്നതല്ലേ. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം, ബാക്കി വന്ന മസാല എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചത്. ഇത്രയും വെള്ളം, അത് ചിക്കനിൽ നിന്നും കൂടെ ഇറങ്ങുന്ന വെള്ളമാണ്. ഇനി ഇത് നമ്മളിതങ്ങ് വറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്യാൻ. നമ്മൾ ഈ കുക്കറിൽ വെള്ളം വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈങ് പാനിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയൊക്കെ വെക്കുമ്പം കണ്ടില്ലേ, അധികം എണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല. ഇത്ര എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഈ കുക്കറിൽ ഇരിക്കുന്ന ബാക്കി ആ ഗ്രേവി ഉണ്ടല്ലോ, അതിങ്ങനെ ഈ ചിക്കൻ പീസിന്റെ മേളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഈ സിമ്മിൽ കിടന്ന് ഇത് ഫ്രൈ ആകണം. ഒരു സൈഡ് ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിത് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് എണ്ണ നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് വേണം നമുക്ക് ഫ്രൈ ആക്കാനേ. പിന്നെ ആ ഒരു എണ്ണയൊക്കെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ. നമ്മൾ അധികം ഓയിൽ ഒഴിച്ചിട്ടില്ലല്ലോ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തേക്കണം. ആ ഒരു കറി ലീവ്സും എല്ലാം കൂടെ, ആ കരിവേപ്പില അതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആകുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ്. അതിനായിട്ടാണ് നമ്മൾ ആ കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഫ്രൈയുടെ കൂട്ടത്തിൽ ഇത് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡും കൂടെ ഒരു 4 മിനിറ്റ് ഇതുപോലെ ഫ്രൈ ആകണം.
എന്നിട്ട് ഇങ്ങനെ മൂക്കാത്ത ഒരു സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ അടുത്ത പ്രാവശ്യം ആ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് അങ്ങനെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞുണ്ടല്ലോ, ഓയിൽ അധികം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നു, അങ്ങനെയുള്ളവർക്കും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കണമല്ലോ. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കഴിക്കാൻ പറ്റും. ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പുളിശ്ശേരി ഏതും ആകട്ടെ, മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, അല്ലെങ്കിൽ കുമ്പളങ്ങ പുളിശ്ശേരി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോരുകറി, അങ്ങനെ ആയാലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോവേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു തോരൻ. ഈ മീറ്റ് ഐറ്റംസിൻ്റെ കൂടെ എപ്പോഴും ക്യാബേജ് ആയിരിക്കും കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നല്ലൊരു സാലഡ് കഴിക്കണം കേട്ടോ. ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ നല്ലൊരു സാലഡ്, അത് സിമ്പിളായിട്ടൊരു സാലഡ് ആയാലും മതി. ടൊമാറ്റോയും ഒണിയനും കുക്കുംബറും ഒരു ക്യാരറ്റും എല്ലാം അരിഞ്ഞിട്ട് സ്വല്പം ഒരു നാരങ്ങ നീരും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു സാലഡും കൂടെ ഇങ്ങനെയുള്ള ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്